ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി കാണാം. റോക്ക് ബൺ അല്ലെങ്കിൽ റോക്ക് കേക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റുമാണ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇതിനുവേണ്ടി 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, വാനില ഫ്ലേവറിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് പകരം കോൺഫ്ലവർ ചേർത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഇതുപോലെ വിരലുകൊണ്ട് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ തരിതരിപ്പായിട്ടുള്ള ഒരു ഫോമിലേക്ക് ഇതായി കിട്ടും. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി നാരങ്ങയുടെ തൊലി ചുരണ്ടി ചേർക്കാം. പുറമേയുള്ള മഞ്ഞ മാത്രം ചുരണ്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു 75 ഗ്രാം ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടിക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി വേറൊരു പാത്രത്തിൽ 1 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. അല്പം വാനില എസൻസ് ചേർക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി ഇത് ആദ്യം മിക്സ് ചെയ്ത് വെച്ച പൊടിയുടെ കൂട്ടിലേക്ക് ചേർത്തിട്ട് സാവധാനം യോജിപ്പിച്ചെടുക്കുക. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു മാവായിട്ടാണ് നമുക്ക് വേണ്ടത്. അധികം കട്ടിയാവാനും പാടില്ല, കൂടുതൽ ലൂസ് ആവാനും പാടില്ല. പാല് കുറവ് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടി 1-2 ടീസ്പൂൺ പാൽ കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആവശ്യമില്ല. ഒരു ഏകദേശം ഒരേ വലിപ്പത്തിൽ കുറച്ച് അകലത്തിൽ ഇതേപോലെ അറേഞ്ച് ചെയ്യുക. എന്നിട്ടിത് 180 ഡിഗ്രി സെൽഷ്യസിൽ 20-25 മിനിറ്റ് വരെ, അല്ലെങ്കിൽ മുകൾഭാഗം ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കാം. പുറത്തെടുത്ത് അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് കാപ്പിക്കൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. പുറമെ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് ഇതിന്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കാണുമ്പോൾ ഒരു പാറക്കഷ്ണം പോലെ തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിന് റോക്ക് ബൺ എന്ന് പേര് വന്നിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതൊരു നന്ദി, നമസ്കാരം.